CMRL കേസിൽ SFIOയ്ക്ക് കോടതി ഇതിനെപ്പറ്റിയുള്ള അന്തിമവാദം കേൾക്കുന്നതുവരെ യാതൊരു നടപടിയുമായി മുന്നോട്ട് പോകരുത് എന്നത് ഡൽഹി ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ആ നിർദ്ദേശം മറികടന്നുകൊണ്ട് കേരളത്തിലെ കോടതിയിൽ കുറ്റപത്രം SFIO സമർപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് ഡൽഹി ഹൈക്കോടതി അവരെ രൂക്ഷമായി വിമർശിക്കുകയും ഒരു തരത്തിലുള്ള നടപടികളും തുടർ നടപടികളും സ്വീകരിക്കുന്നതിൽ അവരെ വിലക്കിയത്. ഈ വാർത്ത സ്മൃതീശൻ, സാരി ഉടുത്ത സതീശൻ വാർത്ത പറയുകയാണ്. വാർത്തയുടെ അവസാനമായി UDFനെയും പ്രത്യേകിച്ച് സതീശനെയും രക്ഷിച്ചെടുക്കുന്ന രക്ഷാപ്രവർത്തനം സ്മൃതീശൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. CMRL എക്സാലോജി കരാറിലെ SFIO അന്വേഷണം വിലക്കി ദില്ലി ഹൈക്കോടതി. ഉത്തരവിലെ വിശദാംശങ്ങൾ റിപ്പോർട്ടിന് ലഭിച്ചു. തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ദില്ലി ഹൈക്കോടതിയും തടഞ്ഞു. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലെ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി പാടില്ല. ഹൈക്കോടതിയിൽ അന്ന് നൽകിയ ഉറപ്പിന് വിരുദ്ധമായാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കേരളത്തിലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയതെന്നാണ്. ഇക്കാര്യം ജസ്റ്റിസ് സുബ്രഹ്മണ്യ പ്രസാദ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചും അതേപറ്റി അംഗീകരിക്കുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് നേരിട്ട് അറിവുള്ളതാണ്. അദ്ദേഹത്തിന്റെ കോടതിയിലാണ് ഈ രീതിയിൽ SFIO അങ്ങനെ ഉറപ്പ് നൽകിയത്. അതിന് വിരുദ്ധമായാണ് SFIO ഈ രീതിയിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയതെന്ന് കോടതി ഇന്നലെ തന്നെ നിരീക്ഷിക്കുകയും ചെയ്തു. അതിന്റെ ഉത്തരവ് പുറത്തു വരുമ്പോഴാണ് ഇതിന്മേലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് SFIOയ്ക്ക് കോടതി വിലക്ക് ഏർപ്പെടുത്തുന്നത്. CMRL എക്സാലോജി കരാറിലെ SFIO അന്വേഷണം ദില്ലി ഹൈക്കോടതി ഇപ്പോൾ വിലക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ദില്ലി ഹൈക്കോടതിയും തടഞ്ഞിരിക്കുകയാണ്. ഇനിയാണ് സതീശ UDF രക്ഷാപ്രവർത്തനം സ്മൃതീശൻ നടത്തുന്നത്. അതൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർത്തുള്ള കേസിൽ ഇപ്പോൾ വലിയ തിരിച്ചടി അയക്കുന്നത് രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുന്ന BJPക്കാണ്. നൈസായിട്ട് സതീശനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ സ്മൃതി നടത്തുന്ന രക്ഷാപ്രവർത്തനം കേട്ടല്ലോ. അതായത് SFIOയുടെ ഈ ഉണ്ടയില്ല വെടി രാഷ്ട്രീയ പ്രചരണമാക്കി നടത്തുന്നത് BJP ആണത്രേ. അവർക്ക് വലിയ തിരിച്ചടിയാണത്രേ. അവർക്ക് തിരിച്ചടിയുണ്ട്, അവർക്ക് കൃത്യമായ തിരിച്ചടിയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്, അതിനകത്ത് സംശയമില്ല. അപ്പോൾ ഈ BJPയോടൊപ്പം ചേർന്ന് ഈ സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ സതീശനും മാത്യു കുഴൽനാടനും നിങ്ങളടക്കമുള്ള മാപ്രകളും നടത്തുന്ന ഉണ്ടയില്ല വെടിയോ അത് രാഷ്ട്രീയ പ്രചരണമല്ലേ സ്മൃതീശ? രക്ഷാപ്രവർത്തനമൊക്കെ ആവാം, പക്ഷേ അതിനൊക്കെ ഒരു പരിധിയില്ലേ? നിയമസഭയിലും നിയമസഭയ്ക്ക് പുറത്തും കൈരേഖ മാത്രം കാണിക്കുന്ന സതീശനെയും കുഴൽനാടനെയും സ്മൃതീശൻ രക്ഷിച്ചെടുക്കുന്ന ഈ രക്ഷാപ്രവർത്തനം കാണുമ്പോൾ കുളിര് കോരുന്നു. BJPക്ക് മാത്രമാണത്രേ രാഷ്ട്രീയ തിരിച്ചടി. അപ്പോൾ സതീശനും കുഴൽനാടനും നിങ്ങൾ മാപ്രകൾക്കും ഇടതുവിരുദ്ധരും അടങ്ങുന്ന മുള്ളുമുരുക്കു കാഞ്ഞിരക്കുറ്റി സംഘത്തിന് ആശ്വാസമായിരിക്കും അല്ലേ?